അനുഗ്രഹീത സമയം നിമന്തേ പ്രഭുക്ക് ധന്യവാद दिए കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രഭുଙ୍କର ଉପസ്ഥിതിରେ ଥିବା ସମସ୍ତଙ୍କ ନିମନ୍ତେ ମୁଁ ପ୍ରଭୁଙ୍କୁ ଧନ୍ୟବାଦ ଦିଏ. വേദിയിലായിരിക്കുന്ന അഭിഷിക്തന്മാരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ମଞ୍ଜରେ ଭବିଷ୍ୟ ପ୍ରଭୁଙ୍କର ଦାସମାନଙ୍କ ପାଇଁ ଆମେ ପ୍ରଭୁଙ୍କୁ ଧନ୍ୟବାଦ କରେ. പ്രത്യേകാൽ എനിക്ക് ഇവിടെ കടന്നു വരാൻ കാരണക്കാരായ പ്രിയ ഷൈച്ചാൻ അതുപോലെ ബൗച്ചനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ବିଶେଷ କରି ଏ ସ୍ଥାନକୁ ଆସିବା ପାଇଁ ମୋତେ ପ୍ରେରଣା କରିଥିବା ପ୍ରଭୁଙ୍କ ଦାସ ଜେକବ തോമസ് അങ്കിൾ ଓ ചന്ദ്ര തോമസ് അങ്കിൾ ପାଇଁ ପ୍ରଭୁଙ୍କୁ ଧନ୍ୟବାଦ କରେ. എനിക്ക് മുമ്പായി ദൈവത്തിന് സംസാരിച്ച അഡ്വക്കേറ്റ് ബെനിജാൻ വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ମୁଁ ଆଗରେ ପ୍ରଭୁଙ୍କର ବାକ୍ୟ କହିଥିବା ଆଡଭୋକେଟ ବେନିଆଗେ ନିମନ୍ତେ ପ୍ରଭୁଙ୍କୁ ଧନ୍ୟବାଦ କରେ. ഈ ഒഡീഷ സ്റ്റേറ്റിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ വി ഡി ബാബു അവർക്കായി സ്തോത്രം ചെയ്യുന്നു. ଓଡ଼ିଶାର ନେତୃତ୍ୱରେ ଥିବା ପ୍ରଭୁଙ୍କ ଦାସମାନଙ୍କ ପାଇଁ ପ୍ରଭୁଙ୍କୁ ଧନ୍ୟବାଦ କରେ. ട്രഷറർ ആയിരിക്കുന്ന ബ്രദർ അനിമോൻ വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ଆମର କୋଷାଧ୍ୟକ୍ଷ ଆମର അനിമോൻ ଭାଇ ନିମନ୍ତେ ପ୍ରଭୁଙ୍କୁ ଧନ୍ୟବାଦ କରେ. ഇവിടെ പ്രവർത്തിക്കുന്ന എല്ലാ കർത്താവിന്റെ ദാസന്മാരെ ഓർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ സ്ഥാനത്ത് ഉപസ്ഥിത പ്രത്യേക പ്രഭുଙ୍କର ଦାସവൃന്ദଙ୍କୁ ସମସ୍ତଙ୍କ ପାଇଁ ମୁଁ ପ୍ରଭୁଙ୍କୁ ଧନ୍ୟବାଦ କରେ. വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും ക്രിസ്തു യേശുവിൽ വന്ദനം ചൊല്ലുന്നു. ଏଠି ଉପସ୍ଥିତ ପ୍ରତ୍ୟେକ ଭାଇ ଭଉଣୀମାନଙ୍କୁ ପୁଣି ଥରେ ପ୍ରଭୁ ଯୀଶୁଙ୍କ ନାମରେ ପ୍ରେମର ନମସ୍କାର ଜୟ ମସିହ କି. കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുവിൽ വന്ദനം ചൊല്ലുന്നു. ଏଠି ଥିବା ଲୋକମାନଙ୍କୁ ପୁଣି ଥରେ ପ୍ରଭୁଙ୍କ ନାମରେ ଜୟ ମସିହ କି. ദൈവസന്നിധിയിൽ നാം കടന്നു വന്നിരിക്കുന്ന നിമിഷം മുതൽ ദൈവത്തിന്റെ സാന്നിധ്യം നാം അനുഭവിച്ചറിയുകയാണ്. ଏଠି ଆମେ ଈଶ୍ୱରଙ୍କର ଉପସ୍ଥିତିରେ ବସିବା ସମୟ ଠାରୁ ଈଶ୍ୱରଙ୍କର ଉପସ୍ଥିତି ଆମମାନେ ଅନୁଭବ କରିଅଛୁ. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നാം കടന്നു വരുമ്പോൾ നാം ദൈവത്തിന് നൽകുന്ന നന്ദി പ്രകടനമാണ് ആരാധന. ଆମମାନଙ୍କୁ ପ୍ରଭୁ ଦେଇଥିବା ମଙ୍ଗଳକୁ ସ୍ମରଣ କରି ଆମମାନଙ୍କ ଜୀବନରେ ପ୍ରକାଶନ ପାଇଥିବା ବିଷୟ ହେଉଛି ଆମମାନଙ୍କର ଉପାସନା ଏବଂ ଆରାଧନା. നമുക്ക് ദൈവം ചെയ്ത എല്ലാ നന്മകൾക്കും എല്ലാ ഉപകാരങ്ങൾക്കും നാം ദൈവത്തിന് നന്ദി കൊടുക്കേണ്ടതാണ്. ପ୍ରଭୁ ଆମମାନଙ୍କୁ ଦେଇଥିବା ସବୁ ମଙ୍ଗଳ ନିମନ୍ତେ ଆମେ ପ୍ରଭୁଙ୍କୁ ଧନ୍ୟବାଦ ପ୍ରକାଶ କରିବାର ଅଛି. സങ്കീർത്തനക്കാരൻ പറയുന്നത് ഇങ്ങനെയാണ്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, നമ്മുടെ സകല ഉപകാരങ്ങളും മറക്കരുതെന്നാണ്. ଗୀତ ସଂହିତାରେ କୁହାଯାଇଛି, ମୋର ମନ ସଦା ପ୍ରଭୁଙ୍କୁ ଧନ୍ୟବାଦ କର, ତାଙ୍କର କୌଣସି ମଙ୍ଗଳ ଦାନକୁ ଭାଷର ନାହିଁ ବୋଲି ଲେଖାଯାଏ. ദൈവം ചെയ്ത ഉപകാരങ്ങളും ദൈവം ചെയ്ത നന്മകളും നമുക്ക് മറക്കാൻ കഴിയത്തില്ല. ପ୍ରଭୁ ଦେଇଥିବା ମଙ୍ଗଳକୁ ବା ପ୍ରଭୁ ଦେଇଥିବା ସାହାଯ୍ୟକୁ କେବେ ହିଁ ଆମେ ପାସରି ପାରିବ ନାହିଁ. ഇവിടെ ഇങ്ങനെ ഒരു സഭാ ഹോൾ പണിയുവാൻ കർത്താവ് കൃപ ചെയ്ത് ഓർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ଏହିପରି ଗୋଟେ ଆରାଧନା ଗୃହ ନିର୍ମାଣ କରିବା ନିମନ୍ତେ ପ୍ରଭୁ ଦେଇଥିବା ସାହାଯ୍ୟକୁ ଆମେ ପ୍ରଭୁଙ୍କୁ ଧନ୍ୟବାଦ ଦେବାର ଅଛି. അതിന്റെ പിന്നിൽ ഒത്തിരി പ്രവർത്തനങ്ങളുണ്ട്, ഒത്തിരി പേരുടെ അധ്വാനങ്ങൾ അതിന്റെ പിന്നിലുണ്ട്. ଏହା ପଛରେ ଅନେକ ବ୍ୟକ୍ତିମାନଙ୍କର ଯୋଗଦାନ ଅଛି, ଅନେକ ବ୍ୟକ୍ତିମାନଙ୍କର ପରିଶ୍ରମ ଆମମାନେ ଦେଖିବାକୁ ପାଉଛୁ. അവരെല്ലാം ഒരു ഓർഡർ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ସେ ସମସ୍ତଙ୍କ ପାଇଁ ପ୍ରଭୁଙ୍କୁ ଧନ୍ୟବାଦ ଦିଏ. എന്തെങ്കിലും തിരിച്ചു പ്രതീക്ഷിച്ചുകൊണ്ടല്ല അവരൊന്നും ഇത് ചെയ്തിരിക്കുന്നത്. ସେମାନେ କିଛି ପାଇବ ଆଶାରେ ଏହି କାର୍ଯ୍ୟ କଲେ ନାହିଁ. സകലതും ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത്. ତାହା କିଛି କରିଥିଲେ ପ୍ରଭୁଙ୍କର ନାମର ଗୌରବ ନିମନ୍ତେ ସେମାନେ କରିଅଛନ୍ତି. ହାଲେଲୁୟା. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നുണ്ട്, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു എന്നാണ്. ସଦାପ୍ରଭୁ ଯଦି ଗୃହ ନିର୍ମାଣ ନ କରନ୍ତେ, ଯେଉଁମାନେ ପରିଶ୍ରମ କରନ୍ତି ବୃଥାରେ ପରିଶ୍ରମ କରନ୍ତି ବୋଲି ଲେଖାଯାଇଛି. ദൈവം പണിയാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ അതിന് പിന്നെ ദൈവത്തിന്റെ പ്രവർത്തികൾ അല്ലെങ്കിൽ അതിനൊരു അന്തമില്ല. ସଦାପ୍ରଭୁ ଯଦି ଗୃହ ନିର୍ମାଣର ଆରମ୍ଭ କଲେ ତାହାକୁ କେହି ବି ବାଧା ଦେଇପାରିବ ନାହିଁ. മനുഷ്യൻ പലപ്പോഴും ആരംഭിച്ചതൊക്കെ പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ടുണ്ടാകാം. ମନୁଷ୍ୟ ଯାହା କିଛି ଆରମ୍ଭ କରିଥିଲେ ହୋଇଯାଇପାରେ ଅଳ୍ପ ବାଟ ପରେ ତାହା ବହୁତ ହେଇଥିବ. എന്നാൽ ദൈവത്തിന്റെ പ്രവർത്തികൾക്ക് അന്തമില്ലാത്ത അളവില്ലാത്ത ദൈവപ്രവർത്തികളാണ് ദൈവം വിളിക്കുന്നത്. କିନ୍ତୁ ପ୍ରଭୁଙ୍କର କାର୍ଯ୍ୟ ଅନନ୍ତ ଅଟେ, ତାହା କେବେ ହିଁ ବନ୍ଦ ହବ ନାହିଁ. ദൈവം പ്രവർത്തിക്കുന്നത് ദൈവത്തിന്റെ ധനത്തിന്റെ മഹത്വത്തിനൊത്തവണ്ണമാണ്. ସେ ତାଙ୍କର କାର୍ଯ୍ୟ କରିବେ ତାଙ୍କର ଗୌରବମୟ ଦାନର ଅନୁସାରେ ସେ ଆମମାନଙ୍କ ନିମନ୍ତେ କାର୍ଯ୍ୟ କରିବା ପରମେଶ୍ୱର ଅଟନ୍ତି. നമുക്കെല്ലാം നമ്മുടെ സമ്പത്തിനും നമ്മൾക്കുള്ളതിനൊക്കെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. ଆମମାନଙ୍କ ପାଖରେ ଯାହା କିଛି ଅଛି ତାର ସବୁ ସୀମା ରହୁଛି. എന്നാൽ ദൈവത്തിന്റെ പ്രവർത്തികൾക്ക് അന്തമില്ല, അളവില്ല. କିନ୍ତୁ ପ୍ରଭୁ ଯାହା ଦିଏ ତାହା କେବେ ହିଁ ଶେଷ ହୁଏ ନାହିଁ, ତାର ଅନ୍ତ ହୁଏ ନାହିଁ. അതിലില്ലാതെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവപ്രവർത്തികളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. അസീമ രീതിയിൽ ଆମମାନଙ୍କ ନିମନ୍ତେ କାର୍ଯ୍ୟ କରିଥିବା ପ୍ରଭୁଙ୍କର କାର୍ଯ୍ୟ ନିମନ୍ତେ ମୁଁ ପ୍ରଭୁଙ୍କୁ ଧନ୍ୟବାଦ କରେ. ହାଲେଲୁୟା. യേശു കർത്താവ് തന്റെ പരസ്യ ശുശ്രൂഷ സമയത്ത് ପ୍ରଭୁ ଯୀଶୁ ଖ୍ରୀଷ୍ଟ ତାଙ୍କର ପାର୍ଥିବ ସେବା କାର୍ଯ୍ୟ କାଳରେ ഈ ലോകത്തിൽ താനായിരുന്നപ്പോൾ ഉപമകളിലൂടെ ജനത്തെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ସେ ଉପମ ଏବଂ ଦୃଷ୍ଟାନ୍ତ ମାଧ୍ୟମରେ ଲୋକମାନଙ୍କୁ ଶିକ୍ଷା ଦେଉଥିଲେ. സാധാരണക്കാരുടെ ഇടയിലാണ് യേശു ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത്. ଯୀଶୁ ସାଧାରଣ ଲୋକମାନଙ୍କ ମଧ୍ୟରେ ସେବା କରିଥିଲେ. തന്നെ ഒത്തിരി ആളുകൾ പിൻപറ്റിക്കൊണ്ടിരുന്നു. തന്റെ പിന്നാലെ ശിഷ്യഗണങ്ങളായി കുറെ ആളുകൾ ഉണ്ടായിരുന്നു. ତାଙ୍କ ପଛରେ ବହୁତ ଲୋକ ନିଗମନ କରିଥିଲେ ଏବଂ ତାଙ୍କର ଶିଷ୍ୟମାନେ ବି ଯୀଶୁଙ୍କ ସଙ୍ଗରେ ଥିଲେ. 12 ശിഷ്യന്മാർ കൂടാതെ അനേക ശിഷ്യഗണങ്ങൾ തന്നെ പിൻപറ്റിക്കൊണ്ടിരുന്നു.
ആയിരുന്നു. 12 ଜଣ ଶିଷ୍ୟମାନଙ୍କୁ ବ୍ୟତୀତ ଅନେକ ଶିଷ୍ୟମାନେ ମଧ୍ୟ ଯୀଶୁଙ୍କର ପଶ୍ଚାତଗାମୀ എന്നാൽ ହେଇଥିଲେ. യേശു ശിഷ്യന്മാരുമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്ത് കടന്നു വരവേ କିନ୍ତୁ ଯୀଶୁ ସେମାନଙ୍କ ପଛରେ ଏହିପରି ଯାତ୍ରା କରିଥିବା ବେଳେ ഒരു മനുഷ്യന് യേശുവിനെ കാണണമെന്നുള്ള ആഗ്രഹമുണ്ടായി. ଜଣେ ମନୁଷ୍ୟଙ୍କର ଗୋଟେ ଆଶା ଆସିଲା, ଯୀଶୁଙ୍କୁ ମୁଁ ଟିକେ ଦେଖିବି. യേശുവിനെ കാണാനുള്ള ആഗ്രഹത്തിൽ താൻ പരിശ്രമിച്ചു നോക്കിയിട്ട് തനിക്ക് നടന്നില്ല. ଯୀଶୁଙ୍କୁ ଦେଖିବା ପାଇଁ ତାଙ୍କର ଆଗ୍ରହ ସଫଳ ହେଲା ନାହିଁ. താനൊരു കാട്ടത്തിയുടെ മുകളിൽ കയറി ସେ ଗୋଟେ ଗଛରେ ମାନେ ବସିଲେ. യേശുവിനെ കാണാനുള്ള ആഗ്രഹത്തിലാണ് താൻ കയറിയത്. ଯୀଶୁଙ୍କୁ ଦେଖିବା ଉଦ୍ଦେଶ୍ୟରେ ସେ ଗଛରେ ଚଢିଲେ. ସେ യേശുവിനെ കുറിച്ച് ഒത്തിരി അദ്ദേഹം കേട്ടിട്ടുണ്ട്. ଯୀଶୁଙ୍କ ବିଷୟରେ ବହୁତ କିଛି ସେ ଶୁଣିଅଛନ୍ତି. യേശുവിനെ കേട്ടിട്ടുണ്ടെങ്കിലും യേശുവിനെ ഇതുവരെ കണ്ടിട്ടില്ല. ଯୀଶୁଙ୍କ ବିଷୟରେ ବହୁତ କିଛି ଶୁଣୁଥିଲେ, କିନ୍ତୁ ଯୀଶୁଙ୍କୁ ବ୍ୟକ୍ତିଗତ ଭାବରେ ସେ ଦେଖିନଥିଲା. യേശുവിനെ കുറിച്ച് കേട്ട അദ്ദേഹത്തിന് യേശുവിനെ കാണാൻ ഒരു ആഗ്രഹം. ଯୀଶୁଙ୍କ ବିଷୟରେ ଯାହା କିଛି ଶୁଣିଅଛୁ ତାହା ଅନୁସାରେ ଯୀଶୁଙ୍କୁ ଟିକେ ଦର୍ଶନ ପାଇବା ପାଇଁ ସେ ଆଶା କଲେ. യേശുവിനെ കാണാൻ വേണ്ടി അദ്ദേഹം മരത്തിന്റെ മുകളിൽ കയറി. ତେଣୁକରି ସେ ଗଛ ଉପରେ ଚଢିଲେ. എന്നാൽ അവൻ യേശുവിനെ കാണുന്നതിന് മുമ്പ് അവനെ യേശു കണ്ടു. କିନ୍ତୁ ଯେ ଯୀଶୁଙ୍କୁ ଦର୍ଶନ ପାଇବା ପୂର୍ବରେ ସ୍ୱର୍ଗୀୟ ଯୀଶୁ ତାଙ୍କର ଦର୍ଶନ ପାଇଥିଲେ, ତାକୁ ଦେଇଥିଲେ. ഇന്ന് ഈ സമയത്ത് ഞാൻ നിങ്ങളോട് ഒരു ദൂത് പറയട്ടെ. നിങ്ങൾ യേശുവിനെ കാണുന്നതിന് മുമ്പ് നിങ്ങളെ കണ്ടൊരു യേശു ഉണ്ട്. ହେଲେ ମୁଁ କହିବା ପାଇଁ ଚାହେଁ, ଆପଣ ଯୀଶୁଙ୍କର ପରିଚୟ ପାଇବା ନିମନ୍ତେ ଆପଣଙ୍କର ପରିଚୟ ଯୀଶୁଙ୍କ ପାଖରେ ଥିଲା. നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് നിങ്ങളെ അറിഞ്ഞൊരു ദൈവമുണ്ട്. ମାର ଗର୍ଭପାତ୍ରରେ ଜନ୍ମ ନେବା ପୂର୍ବରେ ଆପଣଙ୍କ ବିଷୟରେ ସେ ପ୍ରଭୁ ଜାଣୁଥିଲେ. നിങ്ങൾ ഈ ഭൂമിയിൽ ഉരുവാകുന്നതിന് മുമ്പ് നിങ്ങളെ കുറിച്ചുള്ള പദ്ധതികൾ തയ്യാറാക്കി വെച്ചിട്ട് നിങ്ങളെ ഈ ഭൂമി ജനിക്കാൻ അനുവദിച്ചവനാണ് എന്റെ കർത്താവ്. ହେଲେ ଆପଣଙ୍କର ଜନ୍ମ ପୂର୍ବରେ ଆପଣମାନଙ୍କର ଜୀବନ ସମ୍ବନ୍ଧରେ ଯୋଜନା ପ୍ରସ୍ତୁତ କରିଥିଲେ ଆମମାନଙ୍କର ସେହି ପରମେଶ୍ୱର. കർത്താവിന് നമ്മൾ ഒന്നും കൊടുത്തിട്ടല്ല കർത്താവ് നമ്മളെ സ്നേഹിച്ചത്. ଆମେ ତାକୁ କିଛି ଦେଇଥିବା କାରଣରୁ ପ୍ରଭୁ ଆମକୁ ପ୍ରେମ କଲେ ନାହିଁ. നമ്മുടെ കുടുംബ മഹിമ കൊണ്ടോ നമ്മുടെ സമ്പത്ത് കൊണ്ടല്ല കർത്താവ് നമ്മളെ സ്നേഹിച്ചത്. ଆମମାନଙ୍କର ଉତ୍ତମ ଗୋଟେ ପରିବାର ଅଛି, ନହେଲେ ଆମର ପରିବାରର ମହିମା କିଛି ଯୋଗ୍ୟତା ଦେଖିକିରି ସେ ଆମକୁ ପ୍ରେମ କଲେ ନାହିଁ. നമ്മളെ വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ നമ്മളെ പുറത്തു കൊണ്ടുവരാൻ കർത്താവിന് മനസ്സായി എന്ന് പറഞ്ഞാൽ മതി. ସେ ଆମମାନଙ୍କୁ ପ୍ରେମ କରିଥିବା କାରଣ, ଆମମାନଙ୍କ ନିମନ୍ତେ ଚିନ୍ତା କରିବା କାରଣ ତାଙ୍କର ମନରେ ଗୋଟେ ଇଚ୍ଛା ଆସିଲା ଆମକୁ ପ୍ରେମ କରିବା ନିମନ୍ତେ. ହାଲେଲୁୟା. ആ ദൈവത്തിന്റെ മനസ്സിൽ നമ്മളോട് ഉണ്ടായത് കൊണ്ടാണ് ഇന്ന് നമുക്ക് ഇന്ന് ഇവിടെ ആരാധിക്കാൻ കഴിയുന്നത്. ସେ ଦୟା ଆମମାନଙ୍କ ନିମନ୍ତେ ପ୍ରକାଶ କରିଥିବା କାରଣରୁ ଆଜି ଆମମାନେ ଏ ସ୍ଥାନରେ ଉପସ୍ଥିତ ଅଟେ. അപ്പൊ യേശുവിനെ കാണാൻ വേണ്ടി മരത്തിന്റെ മുകളിൽ കയറിയ മനുഷ്യനെ യേശു മുന്നമേ കണ്ടു. ହେଲେ ଯୀଶୁଙ୍କର ଦର୍ଶନ ନିମନ୍ତେ ଗଛରେ ଚଢିଥିବା ସେହି ଯକ୍ଷୀଙ୍କୁ, ସେ ବ୍ୟକ୍ତିଙ୍କୁ ଯୀଶୁ ତା ପୂର୍ବରେ ଦେଖିଲେ, ଜାଣିଲେ. യേശു ശിഷ്യന്മാരുമായി അവിടെ വന്നിട്ട് സക്കായിയോട് പറഞ്ഞു, സക്കായിയെ നീ വേഗം ഇറങ്ങി വരാൻ പറഞ്ഞു. ସେ ଗଛରେ ଚଢିଥିବା ଯକ୍ଷୀଙ୍କୁ ଦେଖିଲା ପରେ କହିଲେ, ଓହ୍ଲାଇ ଆସ. സക്കായിയെ ദൂരത്തു നിന്ന് കണ്ട, അല്ലെങ്കിൽ സക്കായി കാണുന്നതിന് മുമ്പ് സക്കായിയെ കണ്ട യേശു പറഞ്ഞു, ഞാൻ നിന്റെ വീട്ടിൽ പാർക്കാൻ പോവാന്ന് പറഞ്ഞു. ହେଲେ ଯେ ଯକ୍ଷୀ ଯୀଶୁଙ୍କୁ ଦେଖିବା ପାଇଁ ଇଚ୍ଛା କରିକି ଯୀଶୁଙ୍କର ଦର୍ଶନ ପାଇବା ପୂର୍ବେ ଯକ୍ଷୀଙ୍କୁ ଦେଖିଥିବା ଯୀଶୁ ତାକୁ କହିଲେ, ଓହ୍ଲାଇ ଆସ, ଆଜ ମୁଁ ତୁମ ସଙ୍ଗରେ ରହିବା ପାଇଁ ଇଚ୍ଛା କରୁଛି. യേശുവിനെ കാണാൻ മാത്രമേ അദ്ദേഹം ആഗ്രഹിച്ചുള്ളൂ. ଯୀଶୁଙ୍କର କେବଳ ଟିକେ ଦର୍ଶନ ଝଲକ ପାଇବାକୁ ସେ ଇଚ୍ଛା എന്നാൽ କରିଥିଲେ. കാണാൻ ആഗ്രഹിച്ചെന്റെ വീട്ടിൽ വന്നവനാണ് യേശു. କିନ୍ତୁ ଟିକେ ଦେଖିବା ପାଇଁ ଆଶା କରିଥିବା ଯକ୍ଷୀଙ୍କ ଘରେ ସମ୍ପୂର୍ଣ୍ଣ ଭାବରେ ତାଙ୍କର ଉପସ୍ଥିତି ଦେଇ ସମ୍ପୂର୍ଣ୍ଣ ଭାବରେ ତାଙ୍କ ନିକଟରେ ପ୍ରକାଶ କଲେ ଆମମାନଙ୍କର ପ୍ରଭୁ ଯୀଶୁ ଖ୍ରୀଷ୍ଟ. ഇന്ന് പകൽ യേശുവിനെ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിന്റെ ഭവനത്തിനകത്തിന്റെ യേശു വരികയാണ്. ଆଜି ଯୀଶୁଙ୍କୁ ତୁମେ ଟିକେ ଦେଖିବା ପାଇଁ, ପରିଚୟ ପାଇବା ପାଇଁ ଚାହାନ୍ତି, ତାର ଅର୍ଥ ଗୋଟେ ଆପଣଙ୍କ ଗୃହରେ ଯୀଶୁ ଆସିବା ପାଇଁ ଯାଉଛି. യേശു ഒറ്റ നോട്ടത്തിൽ നിന്നെ കണ്ടുപോകാനല്ല ആഗ്രഹിക്കുന്നത്, നിന്റെ കുടുംബത്തിനകത്ത് ചിലത് ചെയ്യാൻ എന്റെ കർത്താവ് କେବଳ ആഗ്രഹിക്കുന്നു. ଗୋଟେ ଝଲକ ଦେଖାଇକିରି ଆପଣଙ୍କୁ ଛାଡିକି ପଳେଇବା ପାଇଁ ନୁହେଁ, ଆପଣଙ୍କ ସଙ୍ଗରେ ବାସ କରିବା, ଆପଣ ଗୃହରେ ବାସ କରିବା ପାଇଁ ସେ ପ୍ରଭୁ ଚାହାନ୍ତି. എന്റെ കർത്താവിന് നിന്റെ കുടുംബത്തിനകത്ത് ചിലത് ചെയ്യാനുണ്ട്. କାରଣ ତୁମ ପରିବାରରେ କିଛି କାର୍ଯ୍ୟ କରିବା ପାଇଁ ସେ ପ୍ରଭୁ ଚାହୁଁଛନ୍ତି. നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്റെ കർത്താവിന് ചിലത് ചെയ്യാനുണ്ട്. ତୁମର ବ୍ୟକ୍ତିଗତ ଜୀବନରେ କିଛି ପରିବର୍ତ୍ତନ ଆଣିବା ପାଇଁ ସେ ପ୍ରଭୁ ଚାହାନ୍ତି. നിന്റെ കുടുംബ ജീവിതത്തിനകത്ത് എന്റെ കർത്താവിന് ചിലത് ചെയ്യാനുണ്ട്. ତୁମ ପରିବାରିକ ଜୀବନ ସମ୍ବନ୍ଧରେ କିଛି କାର୍ଯ୍ୟ କରିବା ପାଇଁ ସେ ପ୍ରଭୁ ଚାହାନ୍ତି. നിന്റെ തലമുറകളുടെ ജീവിതത്തിൽ എനിക്ക് എന്റെ കർത്താവിന് ചിലത് ചെയ്യാനുണ്ട്. ତୁମର ସନ୍ତାନମାନଙ୍କ ଜୀବନରେ କିଛି କାର୍ଯ୍ୟ କରିବା ପାଇଁ ପ୍ରଭୁ ଚାହାନ୍ତି. അതുകൊണ്ട് എന്റെ കർത്താവ് എന്റെ ഭവനത്തിൽ വരണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? അവരെ ഓർത്തിയ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ଯେତେ ଜଣ ଚାହାନ୍ତି, ଏ ପ୍ରଭୁ ଯୀଶୁ ତୁମେ ମୋ ଗୃହକୁ ଆସ ବୋଲି ଚିନ୍ତା କରନ୍ତି, ସେମାନଙ୍କ ପାଇଁ ମୋ ପ୍ରଭୁକୁ ଧନ୍ୟବାଦ କରି ଆମେ ହାତ ଉଠାଇକି യേശുവിനെ
യേശുവിനെ കാണാൻ ആഗ്രഹിച്ച സക്കായിയുടെ ഭവനത്തിൽ യേശു വന്നു. जो जकियो जीशुଙ୍କର ଅଳ୍ପ ଟିକେ ଝଲକ ପାଇବାକୁ ଇଚ୍ଛା କରିଥିଲେ ତାଙ୍କ ଘରକୁ ଯୀଶୁ ଯାଇଥିଲେ. യേശു അവന്റെ ഭവനത്തിലേക്ക് വന്നപ്പോ യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്ന അവന്റെ ശിഷ്യന്മാരൊക്കെ പറഞ്ഞു, അവൻ എത്രയോ ശ്രേഷ്ഠന്മാരുണ്ടായിട്ടും ഇവന്റെ ഭവനത്തിലേക്കാണോ യേശു പോകുന്നത്? ଯେତେବେଳେ ଜକେଇ ଘରକୁ ଯୀଶୁ ଯାଉଛି ଶୁଣିଲା ବେଳେ ତାଙ୍କ ଶିଷ୍ୟମାନେ କହିଲେ, ବହୁତ ବଡ ବଡ ଲୋକମାନେ ଆମ ଗାଁରେ ସହରରେ ଅଛୁ, ଏଇ ଜଣଙ୍କ ଘରକୁ ତୁମେ କାହିଁକି ଯାଉଛ? പാപിയും ദോഷിയുമായി ഈ മനുഷ്യന്റെ ഭവനത്തിലേക്കാണ് യേശു പോകുന്നത്. ଏ ପାପୀ ଜଣଙ୍କ ଘରକୁ ତୁମେ ଯାଉଛ ରହିବା ପାଇଁ? യേശുവിനോടൊപ്പം യാത്ര ചെയ്ത ഇത്രയും ശിഷ്യന്മാരുണ്ടായിട്ട് അവരുടെ എങ്ങും വീട്ടിൽ പോകാതെ യേശു ഇവന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ଯୀଶୁଙ୍କ ସାଙ୍ଗରେ ଯାଉଥିବା 12 ଶିଷ୍ୟମାନଙ୍କର କି ଅନ୍ୟ ଲୋକମାନଙ୍କର ଘରକୁ ନ ଯାଇ ଯୀଶୁ ଯାଉଛନ୍ତି ଜଣେ ପାପୀ ବୋଲି କହିଥିବା ଜଣଙ୍କ ଘରକୁ. ആളുകൾ അത്രമേൽ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനായിരുന്നില്ല സക്കായി. କାରଣ ଜକେଇଙ୍କୁ କିଏ ବି ପସନ୍ଦ କରୁନଥିଲା. എന്നാൽ യേശു അവന്റെ ഭവനത്തിൽ പോകാനാണ് ഇഷ്ടപ്പെട്ടത്. କିନ୍ତୁ ଯେଉଁମାନଙ୍କୁ ଲୋକମାନେ ଘୃଣା କରିଥିବା ଜକେଇ ଘରକୁ ଯିବା ପାଇଁ ଯୀଶୁ ପସନ୍ଦ କଲେ. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ യേശുവിനെ കാണാൻ അവൻ ആഗ്രഹിച്ചത് കൊണ്ടാണ്. ତାର କାରଣ କଣ ବୋଲି ପଚାରିଲେ, ତାଙ୍କର ଯୋଗ୍ୟତା କଣ ବୋଲି ପଚାରିଲେ, ଗୋଟେ କାରଣ ଜକେଇ ଯୀଶୁଙ୍କର ଝଲକ ପାଇବାକୁ, ଦର୍ଶନ ପାଇବାକୁ, ଯୀଶୁକୁ ଦେଖିବା ପାଇଁ ମନରେ ଇଚ୍ଛା କରିଥିବା କାରଣ. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരുമെന്നാണ്. ବାକ୍ୟ କୁହେ ତାଙ୍କର ନିକଟବର୍ତ୍ତୀ ହଉ, ତାହେଲେ ସେ ତୁମର ନିକଟବର୍ତ୍ତୀ ହବ. അവൻ ദൈവത്തോട് അടുത്ത് ചെല്ലാൻ ഇഷ്ടപ്പെടുന്നവരെ ഒന്നും ദൈവം കൈവിടുന്ന ദൈവമല്ല. तो जिन्होंने उनके पास जाने के लिए चाहते हैं उसको कभी छोड़ते नहीं है परमेश्वर. യേശു അവന്റെ ഭവനത്തിൽ വന്നപ്പോൾ അവന്റെ അവസ്ഥ മാറി. जब मसीह उनके परिवार में आ गया है, उनका हालत पूरा बदल गया है. സമൂഹത്തിന് അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. समाज उनको पसंद करे नहीं. കൂടെ വന്നവർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. ସେମାନେ ତାଙ୍କର ସାଙ୍ଗରେ ଥିଲେ ସେମାନେ ବି ଭଲ ପାଇଲେ ନାହିଁ. തന്റെ കുടുംബക്കാർക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല. ପରିବାର ଲୋକମାନଙ୍କୁ ଭଲ ହେଲା ନାହିଁ. ആർക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളതല്ല സക്കായിയുടെ വിഷയം. ଜକେଇ ନିମନ୍ତେ କିଏ ପସନ୍ଦ କଲେ, କିଏ ଘୃଣା କଲେ, କିଏ ଯିବେ ତାହା ତା ପାଇଁ କୌଣସି ଗୁରୁତ୍ୱ ନାହିଁ. സക്കായിയുടെ സന്തോഷം അവന് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ଜକେଇ ଏତିକି ଆନନ୍ଦରେ ଅଛି, ବହୁତ ଖୁସିରେ ଅଛି. അവന്റെ വീട്ടിൽ യേശു വന്നു എന്നുള്ളതാണ് അവന്റെ സന്തോഷം. ଏତିକି ଆନନ୍ଦ କରିବାର କାରଣ କଣ ବୋଲି ପଚାରିଲେ ସେ କହିବା, ଆଜ୍ଞା ମୋ ଘରେ ମୋର ପ୍ରଭୁ ଯୀଶୁ ଖ୍ରୀଷ୍ଟ ଆସିଛନ୍ତି, ଏଥି ନିମନ୍ତେ ମୁଁ ଆନନ୍ଦିତ ବୋଲି କହୁଥିଲି. യേശു നമ്മുടെ ഭവനത്തിൽ വന്നു എന്ന് പറയുന്നതിൽ വലിയ സന്തോഷം വേറെ ഇല്ല. ଯୀଶୁ ଆମ ଘରେ ଆସୁଛି ପରି କହିବା ଠାରୁ ଅଧିକ କୌଣସି ବିଷୟ ନୁହେଁ ଆନନ୍ଦ କରିବା ନିମନ୍ତେ. ലോകത്തിൽ എന്തെല്ലാം ലഭിച്ചാലും എന്തെല്ലാം ആരെല്ലാം എന്റെ വീട്ടിൽ വന്നാലും യേശു എന്റെ ഉള്ളത്തിൽ എന്റെ ഭവനത്തിൽ വരുന്നതാണ് എനിക്ക് സന്തോഷം. ଯାହା କିଛି ଆମ ମାନଙ୍କର ଜାଗତିକ ଭାବରେ ପାଇଲେ ମଧ୍ୟ ପ୍ରଭୁ ଯୀଶୁ ଆମ ହୃଦୟରେ ଆସିଛି, ତାହା ଗୋଟେ ସବୁଠୁ ମହା ଆନନ୍ଦର ବିଷୟ. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ യേശു എനിക്ക് വേണ്ടി ജീവനെ തന്നവനാണ്. ତାର କାରଣ କଣ ବୋଲି ପଚାରିଲେ ସେ ଆମ ମାନଙ୍କ ନିମନ୍ତେ ଜୀବନ ପ୍ରଦାନ କରିଅଛନ୍ତି. ହାଲେଲୁୟା. എനിക്ക് മുമ്പേ പ്രസംഗിച്ച കർത്താവിന്റെ ദാസൻ ആ ഭാഗം ഇവിടെ ഉദ്ധരിച്ച് പറഞ്ഞതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. ହେଲେ ମୁଁ ଆଗରେ କହିଥିବା ପ୍ରଭୁ ଦାସ এই ବିଷୟରେ ଅଳ୍ପ କିଛି ସ୍ପର୍ଶ କରି ଯାଇଥିଲେ. നമുക്ക് വേണ്ടി ജീവൻ തന്ന് നമ്മളെ സ്നേഹിച്ചവനാണ് നല്ല ഇടയനായ നമ്മുടെ കർത്താവ്. ସେ ଆମ ମାନଙ୍କ ନିମନ୍ତେ ଜୀବନ ଦେଇ ପ୍ରାଣ ଦେଇ ଆମ ମାନଙ୍କୁ ସେ ପ୍ରେମ କରିଥିଲେ. സക്കായിയുടെ ഭവനത്തിൽ യേശു വന്നപ്പോ സമൂഹത്തിന് ഇഷ്ടപ്പെടില്ല, പക്ഷേ അവൻ സക്കായിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം. ଜକେଇ ଘରକୁ ଯୀଶୁ ଯାଉଥିବା ଦେଖିକିରି ସମାଜ ଲୋକମାନେ ବିଭିନ୍ନ ପ୍ରକାରର ବଚସ କରିଥିଲେ, କିନ୍ତୁ ଜକେଇଙ୍କ ହୃଦୟରେ ବହୁତ ଆନନ୍ଦର ଅନୁଭୂତି ଅନୁଭବ କରିଥିଲେ. സക്കായിയുടെ ബാഹ്യമായ ഒരു സന്തോഷത്തിനൊരു കാരണമുണ്ട്. ସେହିପରି ସେ ଆନନ୍ଦ ହେବାର ଗୋଟେ କାରଣ ମଧ୍ୟ ଅଛି. അവന്റെ ഉള്ളിൽ യേശു വന്നു എന്നുള്ളതാണ് അവന്റെ സന്തോഷം. କାରଣ ଯୀଶୁ ତାଙ୍କ ହୃଦୟରେ ବାସ କରିବାକୁ ଆରମ୍ଭ କଲାଣି. യേശു വന്നപ്പോ അവിടെ ഉണ്ടായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവന്റെ ഹൃദയത്തിന് ഒരു മാറ്റം ഉണ്ടായി. ଯେତେବେଳେ ଯୀଶୁ ତାଙ୍କ ହୃଦୟକୁ ଆସିବା ଦ୍ୱାରା ତାଙ୍କ ଜୀବନରେ ଗୋଟେ ପରିବର୍ତ୍ତନ ହେବାକୁ ଆରମ୍ଭ. അവന്റെ മനസ്സിനൊരു രൂപാന്തരം ഉണ്ടായി. ତାର ମନ ବଦଳିଗଲା. അതുവരെ അവൻ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തിയിൽ ദോഷമായിട്ട് ചെയ്തതൊക്കെ അവന് വെളിപ്പെട്ടു വന്നു. ଯେତେବେଳେ ତାଙ୍କ ଜୀବନ ଯାହା କିଛି କରି ଆସିଥିଲା ତାହା ସବୁ ଅପରାଧ ଥିଲା ବୋଲି ସେ ଅନୁଭବ କରିବାକୁ ଆରମ୍ଭ କଲେ. യേശു അവന്റെ കുടുംബത്തിനകത്ത് വന്നപ്പോ അവൻ ചെയ്തിരുന്ന തെറ്റുകൾ അവന് ബോധ്യപ്പെട്ടു. ଯୀଶୁ ତାଙ୍କ ଜୀବନରେ ଯେତେବେଳେ ପ୍ରବେଶ କରିବା ବେଳେ ସେ ଜାଣିଲେ ଯାହା କିଛି ସେ କରିଥିଲେ ସେଟା ଭୁଲ ଥିଲା. അതുവരെ അവൻ ജീവിച്ച സാഹചര്യം തെറ്റായ വഴികളിലൂടെയാണ് അവൻ സഞ്ചരിച്ചതെന്ന് അവന് ബോധ്യപ്പെടുവാനിടയായിട്ടുണ്ട്. ସେଇଦିନ ପର୍ଯ୍ୟନ୍ତ ଯୋଉ ରାସ୍ତା ଦେଇକି ଯାଉଥିଲେ, ଯୋଉ କର୍ମ କରୁଥିଲେ ତାହା ଠିକ ନଥିଲା ବୋଲି ସେ ଅନୁଭବ କଲେ. ബോധ്യപ്പെടുക മാത്രമല്ല, അത് അപ്പോൾ തന്നെ തിരുത്താൻ തീരുമാനം എടുക്കുകയും ചെയ്തു. ସେ ଯେତେବେଳେ ଅନୁଭବ କଲେ ଭୁଲ ଥିଲା ବୋଲି, ତାହା ଜାଣିକି ସେଥିରେ ଚିନ୍ତାରେ ରହିଲେ ନାହିଁ, ସେ ପରିବର୍ତ୍ତନ କରିବା ପାଇଁ ଚାହିଁଲେ. ദൈവത്തിന്റെ വചനം പറയുന്നത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന്റെ കരുണ ലഭിക്കുമെന്നാണ്. ବାକ୍ୟ କହନ୍ତି ଯୋଉମାନେ ପାପ ସ୍ୱୀକାର କରନ୍ତି ସେମାନେ ପ୍ରଚୁର ଦୟା ପ୍ରାପ୍ତ କରିବେ. സക്കായി തന്റെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകളെയോ തനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാൻ തയ്യാറാകുകയാണ്. ଜକେଇଙ୍କ ଜୀବନରେ ଅପରାଧର
संबंधी विषय जानिवा बेले से पाप स्वीकार करी प्रभु के निकट को से प्रार्थना कले താൻ അധികമായി വാങ്ങിച്ചതൊക്കെ 4 ഇരട്ടി മടക്കി കൊടുക്കാമെന്ന് പറയുകയാണ്. से अन्य भावरे न्याय भावरे नहीं तो सब विषय 4 गुण फेरे देले पर लिखा जाय छी അവനിലുള്ള ഈ മാനസാന്തരം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ताको जीवन जो मनर बदलावट आसिला परिवर्तन आसिला ताका वर्णन बाहर थिला അവനിലുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ताको जीवन जो शांति आसिला ताहा कहि पारनो थिला ഇതിന്റെ എല്ലാ കാരണം എന്താണെന്ന് ചോദിച്ചാൽ യേശുവിന്റെ വീട്ടിൽ വന്നതാണ്. ए सब विषय रो कारण कोन परि पछारिले गोटे उत्तर अछि जीसु मो हृदय को आसिचोंदी मो परिवार को आसिचोंदी हालेलुया ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് ഞാൻ പരിശുദ്ധാത്മാവിൽ പറയട്ടെ, আজি മോ आपण मानगु आत्मांगुर प्रेरणा रु कोई वापस चाहे ഇന്ന് നിങ്ങളുടെ ഭവനത്തിനകത്ത് യേശു വന്നാൽ നിങ്ങളുടെ അവസ്ഥയ്ക്ക് ഭേദം വരികയാണ്. आज आपणकर परिवार रे जो यीशु वास करंदी से यीशुकर उपस्थिति आपणकर जीवन रे परिवर्तन परिवार रे परिवर्तन करिबा യേശു നിന്റെ ഹൃദയത്തിനകത്ത് വന്നാൽ നിന്റെ ഹൃദയത്തിനകത്ത് രൂപാന്തരം ഉണ്ടാകുകയാണ്. यीशु हृदय रे आसित्य व्यक्ति मानक जीवन रे रूपांतरित हे जाउछु സമാധാനമില്ലാത്ത അന്തരീക്ഷത്തിൽ ജീവിച്ച നിങ്ങൾക്ക് സമാധാനം ലഭ്യമാകുകയാണ്. मन शांति रे तिले समान को शांति प्रदान कले അത് ലോകം തരുന്ന സമാധാനമല്ല, संसार प्रदान करितिबा शांति नुहे ഞാൻ തരുന്ന സമാധാനം ശാശ്വതമായ ഒരു से സമാധാനമാണ്. समाधान शांति रे तुमर हृदय को से परिपूर्ण करिबे നിത്യതയെക്കുറിച്ചൊരു വെളിപ്പാടാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. अनंत जीवन संबंध रे कोड दर्शन मु आपनको प्रदान करिबा ഈ चाहे ലോകത്തിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നതിനപ്പുറത്ത് അവൻ ഉയരത്തിലുള്ളത് ശ്രേഷ്ഠമായതുള്ളതാണ് നിങ്ങൾക്ക് ए തരുന്നത്. संसार रे जहां किछि पाउछु सेतिरु अधिक भावरे आगामी राज्य रे प्रभु अमानकर मध्ये प्रकाश करिबा पाई जाऊ നമ്മുടെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത ചിലതാണ് കർത്താവ് നമുക്ക് വേണ്ടി ഉയരത്തിൽ ଆମର കരുതിയിരിക്കുന്നത്. ସ୍ୱପ୍ନରେ କି ଭାବନାରେ ଆସିନଥିବା ବିଷୟ ମଧ୍ୟ ଆମମାନଙ୍କ ଜୀବନରେ କରିବା ମଧ୍ୟ ଆଗାମୀ ଦିନ ମାନଙ୍କରେ ପ୍ରଭୁ ଆମ ଜୀବନରେ କରିବେ അതുകൊണ്ട് ഈ ലോകത്തിൽ സഹിക്കുന്ന എല്ലാ കഷ്ടതകൾക്കും പ്രതിഫലമുണ്ട്. ତେଣୁକରି ପ୍ରଭୁଙ୍କ ନାମ ନିମନ୍ତେ ଯାହା କିଛି ଯନ୍ତ୍ରଣା କଷ୍ଟ ଆମମାନେ ଅନୁଭବ କରନ୍ତି ସେ ସବୁ ବିଷୟ ନିମନ୍ତେ ଆମମାନଙ୍କ ନିମନ୍ତେ ଗୋଟେ ପ୍ରତିଫଳ ପୁରସ୍କାର ଅଛି ବୋଲି ଆମେ ଜାଣିବାର ଅଛି ആ നിത്യതയിലേക്ക് നമ്മളെ എത്തിക്കുന്നതിന് വേണ്ടിയാ കർത്താവ് നമ്മളെ സ്നേഹിച്ചത്. ସେ ଅନନ୍ତ ଜୀବନରେ ଆମକୁ ପ୍ରବେଶ କରିବା ନିମନ୍ତେ ପ୍ରଭୁ ଯୀଶୁ ଜଗତକୁ ଆସିକି ଆମମାନଙ୍କୁ ପ୍ରେମ କଲେ നാം ആരും നഷ്ടപ്പെട്ടു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. କେହି ବି ବିନଷ୍ଟ ନ ହୁଅନ୍ତୁ ତାହା ତାଙ୍କର ଆଗ୍ରହ പാപം ചെയ്ത ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യരെ തന്നിലേക്ക് തിരികെ അടുപ്പിക്കുക എന്നുള്ളതായിരുന്നു ദൈവിക ദൗത്യം. ହେଲେ ପାପ କରି ପ୍ରଭୁଙ୍କ ଠାରୁ ପୃଥକ ହେଇଥିବ ଅଲଗା ହେଇଥିବା ଲୋକମାନଙ୍କୁ ପ୍ରଭୁଙ୍କ ସହିତ ପୁନଃସ୍ଥାପନ କରିବାର ଦାୟିତ୍ୱ ଥିଲା ଯୀଶୁ କୃଷ୍ଣଙ୍କର ആകയാൽ ദൈവത്തോട് അടുത്ത് ചെന്ന് ദൈവത്തിന്റെ സാന്നിധ്യത്തെ നാം അനുഭവിച്ചറിയുവാനാണ്. ତାଙ୍କ ପାଖରେ ଯାଇକି ଈଶ୍ୱରଙ୍କର ପରିବର୍ତ୍ତନର କାର୍ଯ୍ୟ ଆମମାନେ ଅନୁଭବ କରିବାର ଅଛି കർത്താവ് നമ്മിൽ ഉണ്ടാക്കുന്ന പരിവർത്തനം അനുഭവിച്ചറിയുവാനിടയാകട്ടെ. ପ୍ରଭୁ ଆମ ଜୀବନରେ କରିଥିବା ସେଇ ପରିବର୍ତ୍ତନର ଆସ୍ୱାଦନ ଆମମାନଙ୍କ ଜୀବନରେ ଅନୁଭବ କରିବା ନିମନ୍ତେ ଆମେ ଚେଷ୍ଟା କରିବା യേശുവിന്റെ സാന്നിധ്യം നമ്മുടെ കുടുംബത്തിനകത്ത് ഉണ്ടാകുന്ന സന്തോഷം നാം എല്ലാവരും അനുഭവിച്ചറിയട്ടെ. ପ୍ରଭୁ ଯୀଶୁ କିପରି ଜୀବନରେ ପରିବର୍ତ୍ତନ ଆଣିପାରନ୍ତି ଶାନ୍ତି ଆଣିପାରନ୍ତି ତାହା ଆମ ଜୀବନରେ ଅନ୍ୟମାନଙ୍କ ଜୀବନରେ ପ୍ରକାଶ କରିବା ନିମନ୍ତେ ଆମେ ଚେଷ୍ଟା କରିବା അത് മറ്റുള്ളവർക്ക് പ്രകാശപൂരിതമായി മാറട്ടെ. ଅନ୍ୟମାନଙ୍କ ନିମନ୍ତେ ଗୋଟେ ପ୍ରକାଶର ଜ୍ୟୋତିର କାରଣ ହେବା ପାଇଁ ଆମେ ଚେଷ୍ଟା അത് എന്നിൽ മാത്രം ഒതുങ്ങാൻ, എന്റെ ഭവനത്തിൽ മാത്രം ഒതുങ്ങാനല്ല, ഒരു സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് വിടുതൽ അത് കാരണമാകട്ടെ. ତାହା କେବଳ ମୋ ଜୀବନରେ ନୁହେଁ ମୋ ସମାଜରେ ବି ପ୍ରକାଶିତ ହେବାର ଅଛି എന്നെ നിത്യതയിലേക്ക് നയിച്ച എന്റെ കർത്താവിനെ മറ്റുള്ളവരിലേക്ക് പരിചയപ്പെടുത്താൻ കൂടി നാം തയ്യാറാകണം. ଏବେ ମୋ ଆମମାନଙ୍କୁ ଯୋଉ ଅନନ୍ତ ଜୀବନର ଦର୍ଶନ ଦେଇଥିବା ସେଇ ଯୀଶୁଙ୍କର ପରିଚୟ ଅନ୍ୟମାନଙ୍କ ନିକଟରେ ବି ଆମମାନେ ପ୍ରକାଶ କରିବାର ଅଛି ഞാൻ ഇന്ന് അനുഭവിക്കുന്ന സന്തോഷത്തിന്റെ കാരണം എന്ന് ചോദിച്ചാൽ എന്റെ യേശു എന്റെ ഭവനത്തിൽ വന്നതാണ്. ଆଜି ମୋ ଏ ଆନନ୍ଦ ଅନୁଭବ କରିବାର କାରଣ ହଉଛି ମୁଁ ଯୀଶୁକୁ ମୋ ହୃଦୟରେ ଗ୍ରହଣ କରିଥିବା କାରଣରୁ ସେ ମୋ ଗୃହକୁ ଆସିଛନ୍ତି യേശു കുടുംബത്തിനകത്ത് ഭവനത്തിനകത്ത് വന്നപ്പോ അവന്റെ സക്കായിയുടെ സ്ഥിതി മാറിയതുപോലെ എന്റെ സ്ഥിതി എന്റെ കർത്താവ് മാറ്റും. ହେଲେ ଯେତେବେଳେ ଯଖେଇଙ୍କ ଗୃହରେ ଯୀଶୁ ଆସିବା ଦ୍ୱାରା ତାଙ୍କର ଜୀବନ ତାଙ୍କର ପରିବାର ବଦଳି ଗଲା ସେହିପରି ଆମ ଜୀବନରେ ମଧ୍ୟ ସେ ପରିବର୍ତ୍ତନକାରୀ ପରମେଶ୍ୱର ଅଟନ୍ତି ലോകത്തോട് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന അവൻ ഒതുക്കി പിടിക്കാൻ കഴിയാത്തൊരു സന്തോഷം നിങ്ങളുടെ ഉള്ളിൽ വ്യാപരിക്കട്ടെ. ଯୋଉ ମନରେ ଆମମାନେ କେବେ ହିଁ ପ୍ରକାଶ କରିପାରିବ ନାହିଁ ସେହିପରି ଗୋଟେ ଆନନ୍ଦରେ ପ୍ରଭୁ ଆମ ହୃଦୟକୁ ପରିପୂର୍ଣ୍ଣ କରିବେ ହାଲେଲୁୟା നമ്മുടെ കർത്താവ് എത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാമോ? ପ୍ରଭୁ ଆମମାନଙ୍କୁ କେତେ ପରିମାଣରେ ପ୍ରେମ କରୁଛନ୍ତି ତାହା ଆପଣ ଜାଣିଛନ୍ତି നാം ദൈവമായിരിക്കും ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ നമ്മുടെ ഇടയിൽ വന്ന് പാർത്തവനാണ് നമ്മുടെ കർത്താവ്. ଈଶ୍ୱର ହେଲେ ମଧ୍ୟ ସ୍ୱର୍ଗ ମହିମା ପରିତ୍ୟାଗ କରି ଏ ଜଗତକୁ ଓହ୍ଲାଇ ଆସିଲେ ଆମମାନଙ୍କ ପରି ଗୋଟେ ମନୁଷ୍ୟ ରୂପ ଧାରଣ କରି ଜଗତରେ ବାସ
କଲେ। ഈ ഭൂമിയിൽ ജീവിച്ചു എന്ന് മാത്രമല്ല നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ആ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ସେ ଯୀଶୁ ଜଗତକୁ ଆସିଲେ ମୃତ୍ୟୁମରଣ ସହନ କରି ସମାଧି ପ୍ରାପ୍ତ ହେଇକି ପୁନରୁତ୍ଥାନ ପାଇକି ଯୀଶୁ ଆମମାନଙ୍କ ନିମନ୍ତେ ଏବେ ମଧ୍ୟସ୍ଥ କରନ୍ତି। ലോകത്തിൽ നമുക്കൊന്നും ലഭ്യമായില്ലെങ്കിലും ଜଗତରେ ଆମମାନଙ୍କୁ କିଛି ନ ମିଳିଲେ ମଧ୍ୟ ലോകത്തിൽ ഒന്നും കരുതാൻ കഴിഞ്ഞില്ലെങ്കിലും କିଛି ଆମମାନଙ୍କ ପାଖରେ ସମ୍ପତ୍ତି କିଛି ନଥିଲେ ମଧ୍ୟ ലോകത്തിൽ ഒന്നും നേടിയെടുക്കാൻ പറ്റിയില്ലെങ്കിലും ଆମମାନଙ୍କ ପାଖରେ କହିବା ପାଇଁ କିଛି ନଥାଏ യേശുവിന്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിക്ഷേപത്തെ നാം കരുതുവാനിടയായി തീരട്ടെ. କିନ୍ତୁ ପ୍ରଭୁଙ୍କର ପ୍ରେମକୁ ଜାଣିକି ସ୍ୱର୍ଗରେ ଆମମାନଙ୍କ ନିମନ୍ତେ ଗୋଟେ ବଡ ସମ୍ପତ୍ତି ପାଇବା ନିମନ୍ତେ ଆମମାନେ ଚେଷ୍ଟା କରିବା ଉଚିତ। ഇവിടെ നഷ്ടപ്പെടുന്നത് നഷ്ടമല്ല. ଏଠି ଯାହା କ୍ଷତି ହଉଛୁ ନଷ୍ଟ ନୁହେଁ। ଆମ ପ୍ରଭୁ ଯୀଶୁ ତୁମ ଗୃହକୁ ଆସିବା କାରଣ ତୁମ ଜୀବନ ଆସିବା କାରଣ ତୁମମାନଙ୍କୁ ଆନନ୍ଦ ଜୀବନ ପ୍ରଦାନ କରିବା അത് തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ତେଣୁକରି ସେ ଆନନ୍ଦ ଜୀବନର ସୌଭାଗ୍ୟ ବିଷୟରେ ଜାଣିକି ଆମର ଜୀବନ ତା ନିମନ୍ତେ ଆମେ ସମର୍ପଣ କରିବା ନିମନ୍ତେ ପ୍ରଭୁ ସାହାଯ୍ୟ କର। എന്റെ വീട്ടിൽ വന്ന യേശുവിനെ മറ്റൊരു വീട്ടിലൂടെ പരിചയപ്പെടുത്താൻ നാം തയ്യാറാകണം. ମୋ ଜୀବନରେ ଆସିଥିବା ମୋ ପରିବାରରେ ପରିବର୍ତ୍ତନ କରିଥିବା ଯୀଶୁଙ୍କୁ ଆଉ ଜଣେ ପରିବାରକୁ ଆଉ ଗୋଟେ ସମାଜକୁ ପରିଚୟ ଦେବା ନିମନ୍ତେ ଆମମାନେ ଚେଷ୍ଟା କରିବା। യേശു എന്റെ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് കിട്ടിയ സന്തോഷം എന്റെ സഹോദരനും എന്റെ സഹോദരിയും അനുഭവിച്ചറിയട്ടെ. ମୋ ଜୀବନରେ ଯୋଉ ପ୍ରଭୁ ଶାନ୍ତି ଆଣିଲେ ଯେ ପରିବର୍ତ୍ତନ ଆଣିଲେ ମୋର ସାଙ୍ଗମାନେ ମୋର ପରିବାର ଲୋକମାନେ ମୋର ସମାଜ ଲୋକମାନେ ମଧ୍ୟ ଜାଣିବାର ଅଛି। അതിനായി ഇവിടെയുള്ള സഭയെ ഇവിടെയുള്ള ദൈവമക്കളെയും ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ଏଥିରେ ମଧ୍ୟ ମଣ୍ଡଳୀକୁ ସମସ୍ତଙ୍କୁ ପ୍ରଭୁ ଆଶୀର୍ବାଦ କରନ୍ତୁ ବୋଲି ଶୁଭକାମନା ଦେଇ ସମାପ୍ତ କରୁଛୁ। ପ୍ରଭୁ ସମସ୍ତଙ୍କୁ ଆଶୀର୍ବାଦ କରନ୍ତୁ।